കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധി സുധീഷിൻ്റെ അടുത്ത് പറയുന്നത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക സുഭാഷും നികേഷും. അതെന്താന്ന് വെച്ചാൽ അടുക്കളയിൽ വെച്ച് പറയുന്നുണ്ട്, എല്ലാ പാത്രങ്ങളും ഇന്ന് കഴുകാൻ പോകുന്നത് സുധീഷ, ആരെന്ന് ഹെൽപ്പ് ചെയ്യേണ്ട, എന്നിട്ട് കഴുകി അതുപോലെ എടുത്തെല്ലാം അടുക്കി വെക്കണം. അതാ ഇന്ന് സുധീഷിൻ്റെ ജോലി. ആ സമയത്ത് സുധീഷ് എല്ലാവരെയും വിളിക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാൻ ജോലിയെന്ന്. വേണ്ട വേണ്ട, തനി അങ്ങോട്ട് ചെയ്താൽ മതി, ഇന്ന് ആരും വരില്ല സഹായിക്കാൻ എന്നൊക്കെ നിധി പറയുന്നത് കേട്ട് പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട്. എന്നാൽ ഒരു കള്ളനോട്ടത്തിൽ നിധിയെയും അതുപോലെ തന്നെ സുഭാഷിനെയൊക്കെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് നിധി പറയുക, അവിടെ നിന്ന് ചെയ്യട്ടെ, ചുമ്മാ നിന്ന് ഗായു എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചുകൊണ്ട് നടക്കാൻ മാത്രം അറിയാം, ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഫോൺ വിളിയൊക്കെ നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടോ, അപ്പം നിധിക്കാണെങ്കിൽ ഞാൻ ഫോൺ വിളിക്കുന്നത് കാണാനോ ഇരിക്കാൻ വയ്യാതെയാണ് എന്നെക്കൊണ്ട് ഈ ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നത്, മനസ്സിലായല്ലോ എൻ്റെ അടുത്ത് നിധിയോടുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് എന്തെല്ലാം ഊഹിച്ചെടുക്കാൻ പറ്റുമോ അതെല്ലാം ഊഹിച്ചെടുത്താലേ എനിക്കൊരു കുഴപ്പമില്ല, എന്തായാലും ഈ ജോലിയൊക്കെ ചെയ്തിട്ട് അടുക്കളയ്ക്ക് പുറത്തിറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിധി പോകുന്നുണ്ട്. ആ സമയത്ത് നികേഷ് പറയുക, എന്തായാലും പണി കിട്ടിയല്ലോ, ഇനി പണിയൊക്കെ തീർത്തിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതി നിധി ചേച്ചിയുടെ അടുത്ത് കേട്ടോ എന്നൊക്കെ പറയുക. നീ പോടാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് കൊടുക്കുന്നുണ്ട്. സുഭാഷ് പറയുക, ഇനി നിങ്ങളുടെ വഴക്കൊന്നും കൂടണ്ട, ഞാൻ ചെയ്തോളാം പോ എന്നൊക്കെ പറയുക സുധീഷിൻ്റെ അടുത്ത്. വേണ്ട, നിധി എന്നെ ഏൽപ്പിച്ചതല്ലേ, ഞാൻ തന്നെ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യും, എന്നിട്ട് ഞാൻ അവളുടെ അടുത്ത് ജയിച്ച് പോയി നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ആരാ ജയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് നികേഷ്. എന്തായാലും നിധിയുടെ അടുത്ത് പോയിട്ട് പറയുക, ഒറ്റയ്ക്ക് അവനെ കൊണ്ടൊന്നും ചെയ്യിക്കേണ്ടല്ലായിരുന്നു, ചെയ്യട്ടെ, കുറച്ച് വീട്ടുകാര്യങ്ങളൊക്കെ ഇനി എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കണം, സുഭാഷിട്ടം മാത്രം അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട എന്നൊക്കെ നിധി പറയുന്നുണ്ട്. എല്ലാ തരത്തിലും സഹായിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആവുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും ഓരോരോ കാര്യങ്ങൾ നോക്കിയിരിക്കും. 24 മണിക്കൂർ ഞാൻ ഇവിടെ വന്നേ പിന്നെ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സുഭാഷേട്ടൻ അടുക്കളയിലാണ്. അതുകൊണ്ട് ഇനി ഈ വീട്ടിൽ അതിനൊക്കെ ഒരു മാറ്റം വേണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇനി നീതുവും അതുപോലെ തന്നെയാണ് സുഭാഷേട്ടൻ കെട്ടിക്കൊണ്ടുവന്ന കുട്ടിയൊക്കെ ഈ വീട്ടിൽ വരുമ്പോഴത്തേക്കും അടുക്കളയിൽ പെണ്ണുങ്ങൾ മാത്രം കയറിയാൽ മതി, അല്ലാതെ ആണുങ്ങളായിട്ട് ജോലി ചെയ്യുന്നത് അതൊരു സിസ്റ്റമായിട്ട് വേണ്ടെന്ന് വയ്ക്കാം നമുക്കെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു ആചാരമല്ലേ തുടർന്നുകൊണ്ട് പോയിരുന്നത്, ഇനി അത് തന്നെ മതി നിധി എന്ന് സുധീഷ് വന്ന് പറയുന്നുണ്ട്. ആ ജോലിയൊക്കെ തീർന്നായിരുന്നോ ഇവിടെ വന്നൊന്ന് സംസാരിക്കാൻ വേണ്ടി, എല്ലാം തീർത്ത് വെച്ചിട്ട് വന്നാൽ മതി, ഇവിടെ എന്ത് പറയുന്നെന്ന് കേൾക്കാൻ വേണ്ടി ഒളിച്ചു വന്ന് നിൽക്കുക എന്നൊക്കെ നിധി പറയുന്നുണ്ട്. അയ്യോ, നിധിക്ക് തോന്നുന്നതാ ഞാനൊരു ക്ലാസ് എടുക്കാൻ വന്നതാ എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയുടെ അടുത്തുനിന്നൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ സുഭാഷ് പറയുക, എന്തായാലും ഹരീഷിൻ്റെ കാര്യത്തിലും നീതുവിൻ്റെ കാര്യത്തിലും പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട്, എന്തായാലും ഇപ്പോൾ എനിക്ക് കല്യാണത്തെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്നില്ല, എന്തായാലും അവൾ പഠിക്കട്ടെ, അത് മാത്രമല്ല എന്തായാലും സുഭാഷിനെ കൊണ്ട് കെട്ടിക്കണമെന്ന് ഇപ്പോൾ അവളുടെ ഒരു വാശി, അതിന് ഞാനെങ്ങനെ സമ്മതിച്ചു കൊടുക്കും, സുഭാഷിന് നല്ലൊരു കുട്ടിയെ കിട്ടിയാൽ മാത്രമേ നമ്മൾ കല്യാണം നടത്തി കൊടുക്കുകയുള്ളൂ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുഭാഷിൻ്റെ അടുത്ത്. ആ സമയത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു ആലോചനയാണല്ലോ വന്നത്, ഇത് തന്നെ നമുക്ക് നടത്താം, എന്നിട്ട് നിൻ്റെ കല്യാണാലോചന നമുക്ക് നോക്കാം എന്നൊക്കെ സുഭാഷ് പറയുന്ന കേട്ടിട്ട് പറയുക, എനിക്കാണെങ്കിൽ ആ കല്യാണത്തെക്കുറിച്ച് കേൾക്കണ്ട, ഇവിടെ വന്ന് ആ കണ്ടേ പിന്നെ എനിക്ക് ആ കുട്ടിയെ തന്നെ ഇഷ്ടപ്പെട്ടില്ല, അവസാനം ചേച്ചിയെന്ന് വിളിക്കേണ്ടി വരും ചേട്ടൻ, അതുകൊണ്ട് എന്തിനാ അത് വെറുതെ കൊണ്ട് തല വെച്ച് കൊടുക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നീതു ഹരീഷിനെ വിളിക്കുന്നുണ്ട്. എന്താ നീ ഈ സമയത്ത് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് വിളിച്ചുകൂടെ, എനിക്കാണെങ്കിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എന്താ നീ പറയുന്നൊക്കെ പറയുന്നുണ്ട്. അത് സുഭാഷേട്ടന് ആ കല്യാണം തന്നെ നടത്തണമെന്ന എൻ്റെ ഒരു തീരുമാനം, എങ്കിൽ മാത്രമേ നമ്മളെ കാര്യമൊക്കെ ശരിയാവുള്ളൂ, എനിക്ക് ഈ വീട്ടിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന എൻ്റെ ഒരു താല്പര്യം. ആ സമയത്ത് ഹരീഷ് പറയുക, നിൻ്റെ കാര്യം മാത്രം, സ്വന്തം കാര്യം നടക്കണമെന്നാണ് നിൻ്റെ താല്പര്യം, പക്ഷേ ബാക്കിയുള്ളത് എങ്ങനെയോ എന്തായിരുന്നാലും നിനക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എൻ്റെ ചേട്ടൻ്റെ ജീവിതം എനിക്ക് ഏറ്റവും വലുത്, അതൊന്ന് സുരക്ഷിതമാക്കിയിട്ട് മാത്രം മതി എൻ്റെ ജീവിതം എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്, അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെയിറ്റ് ചെയ്താൽ മതി എന്നൊക്കെ നീതുവിൻ്റെ അടുത്ത് ദേഷ്യത്തിൽ ഹരീഷ് പറയുന്നുണ്ട്. അത് കേട്ട ഉടനെ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട് നീതു. ആ സമയത്ത് ആങ്ങള വന്ന് പറയുക, എന്തായാലും അവൻ വിളിച്ച് വഴക്ക് പറഞ്ഞുവല്ലേ, ഇനി ഇത് എത്ര ദിവസം ഇത് പോകുമെന്ന് അറിയുന്നുണ്ട്, എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ
ഈ കല്യാണാലോചന മുടങ്ങുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതാ. ഈ പ്രേമമൊന്നും നീ ചുമ്മാ കളിച്ചുകൊണ്ട് നടക്കുന്ന പ്രായത്തിൽ തോന്നുന്നതാ. അതുകൊണ്ട് ഇനിയൊക്കെ വെച്ച് മതിയാക്കിക്കോണം, ഞങ്ങൾ പറയുന്ന ആളെ നീ കെട്ടിക്കോണം എന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. നീ ആരാടാ പറയുന്നത്? നീ ഇറങ്ങിപ്പോ എൻ്റെ മുറിയിൽ നിന്ന്. നീയാണെങ്കിൽ ഞാൻ ആർക്കാ വിളിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണോ നിൻ്റെ ജോലി എന്നൊക്കെ പറയുക. ഇത് കേട്ടതും അമ്മ വരുന്നുണ്ട് നീതുവിൻ്റെ. നീ എന്തിനാ അവൻ്റെ അടുത്ത് കിടന്ന് ചാടുന്നേ? നിൻ്റെ കാര്യം അന്വേഷിക്കുന്നത് പിന്നെ ഞങ്ങളല്ലാതെ വേറെ ആരെങ്കിലും വരുമോ? നീ ആരെ വിളിക്കുന്നു, എവിടെ പോകുന്നു അന്വേഷിക്കാൻ ഞങ്ങളും ഉണ്ട് ഇവിടെ, അല്ലാതെ വേറെ ആരും വന്ന് അന്വേഷിക്കില്ല. അതുകൊണ്ട് അവൻ ആവശ്യമില്ലാതെ അവൻ്റെ ദേഹത്ത് തുടരുത്. നീയാണോ ഇവിടുത്തെ വില്ലെത്തി? എപ്പോൾ എന്ത് കാണിച്ച് എന്നാലും അവനായിട്ട് അടിക്കുക നീ തുടങ്ങുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ആരായിരുന്നാലും അടിക്കും. എങ്കിൽ നീ എന്നെ അടിക്ക് എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ എനിക്ക് സമ്മതല തെറ്റി നിൽക്കുക, എല്ലാവരും എൻ്റെ മുറിയിലൊന്ന് പൊയ്ക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് നീതു അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നീതുവിൻ്റെ അടുത്ത് ആങ്ങളെ പറഞ്ഞിട്ട് പോവുക, നീ നോക്കിക്കോ, ഇന്നെങ്കിൽ നാളെ നോക്കിക്കോ, അവനാണെങ്കിൽ നിന്നെ ഉപേക്ഷിച്ചിട്ട് ഈ വീട്ടിൽ നീ വരാറേ കാണില്ല. അതുമാത്രമല്ല നിന്നെ ഞങ്ങൾ വേറെ ആളെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്യും. നീ പോടാ എന്നൊക്കെ വിളിച്ചിട്ട് നീതു വീണ്ടും വഴക്ക് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഹരീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നീതുവിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നീതു വീണ്ടും ഹരീഷിനെ ഫോൺ വിളിച്ച് വഴക്ക് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അനങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി എൻ്റെ വീട്ടുകാർ വളഞ്ഞു നടക്കുക. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ഫോൺ വഴി കണ്ടെത്തണം, എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ വീടല്ലേ, നീ അവിടെ തന്നെയാണ് നിൽക്കേണ്ടത്. നീ അവിടെ നിന്ന് അവിടെ നിനക്ക് സുരക്ഷിതത്വം ഉള്ളത്. എന്നിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് വരും, അതൊരു സമയമുണ്ട്, അതുവരെ നീ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വിളിച്ചപ്പോഴത്തേക്കും. എങ്കിൽ മാത്രം നീ നിന്നാൽ മതി, അല്ലെങ്കിൽ നീ നിൻ്റെ കാര്യം നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നീതുവിന് ദേഷ്യം കരുതി ഫോൺ കട്ടാക്കുന്നുണ്ട്. ആ സമയത്ത് ഹരീഷിനോട് ചോദിക്കുന്നുണ്ട് നിധി, ആരെയാണ് വിളിക്കുന്നത്? അതാ നീതു. അവനാണെങ്കിൽ അവളെ ആങ്ങള കുറേ എന്തോ വഴക്കുണ്ടായെന്ന് തോന്നുന്നുണ്ട്. എന്നെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും കല്യാണത്തിൻ്റെ കാര്യം ശരിയാക്കാൻ പറയുക, അവൾക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ ഹരീഷ് പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുക, ചുമ്മാ വഴക്ക് കൂടേണ്ട ആവശ്യമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനുള്ളതല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുക. ആ സമയത്ത് സുഭാഷ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കല്യാണത്തോടെ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതൊക്കെ, അതൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കോളും എന്നൊക്കെ പറയുക. എന്തായാലും സുഭാഷ് ചേട്ടനാണെങ്കിൽ കല്യാണത്തിൻ്റെ കാര്യം ഇപ്പം ചിന്തിക്കേണ്ട, ഞങ്ങൾ തീരുമാനിച്ചോളാം, ആ ഒരു പെണ്ണിനെ മാത്രം കെട്ടിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് വന്നപ്പോഴത്തേക്ക് ഹരീഷ് പറയുക, ഞങ്ങൾക്ക് ഒരു കാര്യം ആലോചിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്തായാലും സുഭാഷേട്ടൻ കിട്ടാൻ പോണ ആ പെണ്ണിനെ ഒന്ന് പോയി കാണണം, സംസാരിക്കണം. അതിനെന്താ, നാളെ ഞാനും അതുപോലെ തന്നെ നിധിയായിട്ട് പോവാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിധിയും സുധീഷുമായിട്ട് കാണാൻ പോകുന്ന സമയത്ത് ഉടനെ തന്നെ ആ കുട്ടി പറയുന്നുണ്ട്, എനിക്ക് സുഭാഷിനെ കണ്ട നിമിഷം തന്നെ ഇഷ്ടപ്പെട്ടു. എൻ്റെ സെക്കൻഡ് മാരേജ് ആണെങ്കിലും ആദ്യത്തെ ആൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു വാശിയുടെ പുറത്തുള്ള ഒരു കല്യാണമായത്. അയാൾ വിചാരിച്ചിരിക്കുന്നത് അയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നതാണ്. അതെനിക്ക് മാറ്റി കൊടുക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത് തന്നെയാണ്. എന്തായാലും എൻ്റെ കല്യാണം പെട്ടെന്ന് നടന്ന് കാണണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്, എൻ്റെ വീട്ടുകാർക്കും ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് നിങ്ങളെല്ലാവരും കൂടെ ചെയ്ത് ശരിയാക്കി തരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതോ ഒരു കാര്യത്തിന് പോയിട്ട് ഉറപ്പിച്ച് വരുന്നത് പോലെ നിധിയും സുധീഷും കേട്ടിരിക്കുകയാണ്. അങ്ങനെ നിധി പറയുക, എന്തായാലും സുഭാഷിന് കുറേ പരിമിതികളുണ്ട്. വീട്ടിലെ കാര്യമായിരുന്നാലും അതുപോലെ തന്നെ കുടുംബത്തിലെ എല്ലാവർക്കും സുഭാഷിൻ്റെ കല്യാണം എന്ന് പറഞ്ഞൊരു സ്വപ്നമാണ്. അതുകൊണ്ട് ഒന്ന് ആലോചിച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ. എന്തായാലും ഞങ്ങൾക്കൊന്നും ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്നൊക്കെ നിധി പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ അടുത്ത് അയാൾ സംസാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നത്. ഇനി വീട്ടുകാരായിട്ട് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്നാൽ ഈ കാര്യം സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും, എന്തിനാണ് നിങ്ങളിങ്ങനെയൊക്കെ കാണിക്കാൻ പോയത്? ബ്രോക്കറിന് എന്താ പറയുന്നതെന്ന് അറിയില്ല. ഞാനാണെങ്കിൽ കല്യാണം തീരുമാനിച്ച് എല്ലാ ഡേറ്റ് വരെ പറഞ്ഞിരിക്കുക. ഇത് ഇനി ഒരു മാറ്റവും കാണില്ല. എന്താ വെച്ചാൽ ഫസ്റ്റ് എൻഗേജ്മെൻറ്റ് അത് അവിടെ വീട്ടിൽ ഇവിടെ നിന്ന് എല്ലാവരും പോവേണ്ട കാര്യം നമ്മൾ നോക്കേണ്ട, അതിനിടയ്ക്ക് വിളിച്ച് കുളമാക്കരുത് എന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. എന്തായാലും ഈ ചേട്ടന് എന്താ ഇത്രയും ഇത് തന്നെ നടത്തണമെന്ന് ആ സമയത്ത് നിധി പറയുന്നുണ്ട് ഹരീഷിൻ്റെ അടുത്ത്. നീതു ഇങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ കല്യാണത്തോട് താല്പര്യം കാണിക്കുന്നത്. എന്താ നീതു പറഞ്ഞത്? ഈ പെട്ടെന്ന് തന്നെ സുഭാഷിൻ്റെ കല്യാണം
നടന്നില്ലെങ്കിൽ എൻ്റെ കല്യാണമൊന്നും നടക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും അത് ഒരുപാട് വേദനിച്ചു. എന്തായാലും സുഭാഷേട്ടൻ വിചാരിച്ചു ഇനി ഞാൻ കാരണം അവർക്കൊരു ജീവിതം നഷ്ടപ്പെടാൻ പാടില്ല എന്നൊക്കെ ചിന്തിച്ചത് മാത്രം സ്വന്തം ജീവിതം ത്യജിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതുകൊണ്ട് നമ്മൾ ആ സുഭാഷേട്ടൻ്റെ കാര്യം ഒന്ന് മനസ്സിലാക്കണം, ഇത് എങ്ങനെയൊക്കെ മുടക്ക് തന്നെ ചെയ്യണം എന്നൊക്കെ നിധി പറയുന്നുണ്ട് ഹരീഷിൻ്റെ അടുത്ത്. ഞാൻ അവളുടെ അടുത്ത് ഇന്നലെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് എന്നും വഴക്ക് പറയാനേ നേരമുള്ളൂ, അവളെ എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നൊക്കെ പറയുക. ആ സമയത്ത് നിധി പറയുക, എന്തായാലും ഇന്നലെ കുറേ വഴക്കൊക്കെ കൊടുത്തതല്ലേ, വിഷമിച്ചിരിക്കുകയായിരിക്കും, ഇനി ആ കുട്ടിയെ വേറൊന്നും പറയണ്ട, എന്തായാലും ഈ കല്യാണം നടക്കാതെ ഇരുന്നാൽ പോരെ, അത് നമുക്ക് നോക്കാം എന്നൊക്കെ നിധി പറയുന്നുണ്ട്. സുഭാഷിൻ്റെ അടുത്ത് കേൾക്കാതെ തന്നെ ഇത് സുധീഷിൻ്റെ അടുത്ത് പറഞ്ഞു. ഇത് പറഞ്ഞത് ഉടനെ തന്നെയാ എന്താ രണ്ടുപേരും കൂടെ പറയുന്നത് എന്നൊക്കെ കേൾക്കുന്നുണ്ട് സുഭാഷ്. ഒന്നുമില്ല. ആ സമയത്താണ് സുധീഷിന് ഫോൺ വരുന്നത്. ഹായ് ഗായു എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക. ഇത് കേട്ടിട്ട് നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കുട്ടി വിളിച്ചോളും, ആ കുട്ടിക്ക് വേറെ ജോലിയൊന്നുമില്ലേ എന്നൊക്കെ സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്താ പറയാ, കുട്ടിക്കളിയൊന്നും അവൻ്റെ വിചാരം, അവനൊരു കല്യാണം കഴിഞ്ഞെന്ന് പോലും ഒരു ഇതുമില്ല. അത് ഒരു കാര്യമുണ്ട്, നിധി ചേച്ചിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ, അതും എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ, അത് മാത്രമല്ല ദേഷ്യവും കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് നിധി ചേച്ചി വിഷമിക്കൊന്നും വേണ്ട എന്ന് ഹരീഷ് പറയുന്നുണ്ട്. അതുപോലെ നികേഷും പറഞ്ഞു, അത് ശരി തന്നെ, അല്ലെങ്കിൽ ഇത്രത്തോളം ഇളക്കം കാണിക്കില്ല. ഇപ്പം ആ കുട്ടി ഇങ്ങോട്ട് വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞല്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു ഇളക്കം, അതൊക്കെ പെട്ടെന്ന് മാറിക്കോളും. എന്തായാലും ഇവിടെ അന്വേഷിച്ച് വരെ വന്നില്ലേ, എന്നാൽ ആ കുട്ടിയും സമ്മതിക്കണം എന്നൊക്കെ നിധിയും പറയുന്നുണ്ട്. ആ സമയത്ത് ദേഷ്യത്തോടെ വിളിക്കുന്നത് കേട്ടിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് നിധി. അങ്ങനെ സുധീഷ് നിധിയുടെ അടുത്തേക്ക് തന്നെ വീണ്ടും പോയി ഒന്ന് വിളിക്കുന്നുണ്ട്. ഗായു കഴിച്ചോ, രാത്രി വിളിക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിധിയാണെങ്കിൽ ഒരു പാത്രമൊക്കെ എടുത്ത് എറിയുന്നുണ്ട് സുധീഷിനെ. ഇത് കേട്ടതും എല്ലാവരും ചിരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ കാര്യം ഇനി എന്താവുമെന്തോ എന്നൊക്കെ പറയുന്നുണ്ട് സുഭാഷ്. നിധിയെ ദേഷ്യപ്പെടുത്താൻ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അവസാനം ഇത് സീരിയസ് ആവാതിരുന്നാൽ കൊള്ളാം എന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് വെക്കുക, നാളെ ഇനി റോഡിൽ വെച്ച് കാണാമെന്ന് കേട്ടോ ഗായു എന്നൊക്കെ പറഞ്ഞ് വെക്കുക. ആ സമയത്ത് നിധി പറയുക, നാളെ എൻ്റെ കൂടെ റോഡിലൊന്ന് എൻ്റെ കൂടെ വന്നു പോരുതെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഞാൻ നിധിയുടെ കൂടെ അല്ലല്ലോ വരുന്നത്, ഞാനാണെങ്കിൽ എൻ്റെ വണ്ടിയിൽ ഞാൻ വരും, എന്നിട്ട് ഗായുവിനെ കാണാം. ഇത് പറഞ്ഞപ്പം ദേഷ്യം വീണ്ടും കൂടുന്നുണ്ട്. ആ സമയത്താണ് ഭാസ്കരൻ വരുന്നത്. ഭാസ്കരൻ വന്ന് പറയുന്നുണ്ട് നീതുവിൻ്റെ അടുത്ത്, മോളുടെ കാര്യങ്ങളൊക്കെ എന്തുവായി, കല്യാണത്തെക്കുറിച്ച് പോവേണ്ടത് നമുക്ക് അങ്ങോട്ട് എല്ലാവരും വിളിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ഈ കല്യാണം നടന്നാലല്ലേ, അത് ഞങ്ങൾ മുടക്കിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് പറയുക, വെറുതെ ഓരോ കള്ളമൊന്നും പറയണ്ട, എന്നെ ബ്രോക്കർ ഇപ്പം വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ എത്ര പേര് പോകുമെന്ന്, എന്തായാലും നമുക്ക് അതിനെ കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്, ഇനി ആരും മുടക്കാനൊന്നും നോക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് സുഭാഷ്. അങ്ങനെ ഭാസ്കരൻ പറയുന്നുണ്ട്, എന്തായാലും നല്ല കാര്യത്തിന് വേണ്ടി ഏത് കാര്യമായിരുന്നാലും നമ്മൾ പോകേണ്ട ക്ഷേത്രത്തിലാണ്, നമുക്കൊരു ദിവസം അങ്ങോട്ടേക്ക് പോകണം, തിരിച്ച് പോയിട്ട് വന്നാലേ എല്ലാം നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും സുധീഷ് പറയുക, ശരിയാ, ഞാനും വിചാരിച്ചു കുറേ നാളായി ക്ഷേത്രത്തിലൊക്കെ പോയിട്ട്, നിധി നമുക്ക് നാളെ രണ്ടുപേർക്കുമായിട്ട് ക്ഷേത്രത്തിലേക്കൊന്ന് പോയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഹരീഷിനെയും കൂടെ വിളിക്കാം, നമുക്ക് എല്ലാവർക്കുമായിട്ടൊന്ന് പോയിട്ട് വരാം, പോയിട്ട് ഉടനെ വരാം, എന്നിട്ട് നിധിക്ക് ഓഫീസിലേക്കും പോവാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നിധി പറയുക, എനിക്കാണെങ്കിൽ നാളെ പോവേണ്ട അത്യാവശ്യമുണ്ട്, എന്നാലും നോക്കട്ടെ, ഞാൻ നാളെ പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും സുധീഷ് രാവിലെ എന്നെ ഇപ്പോൾ മുല്ലപ്പൂക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുക നിധിക്ക്. എന്തായാലും ക്ഷേത്രത്തിൽ വരുമ്പം സാരി എടുത്തുകൊണ്ട് വരുമെന്ന് ഉറപ്പാണ്, അതുകൊണ്ട് തന്നെയാണ് നിധിയാണെങ്കിൽ ഇന്ന് എനിക്ക് പൂവ് നിധിക്ക് ഞാൻ വെച്ച് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഹരീഷ് പറയുക, നടക്കാത്ത മോഹം, എന്തായാലും ഈ പൂവൊക്കെ എവിടെ നിന്ന് വാങ്ങിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ഇന്നലെ തന്നെ പോയി വാങ്ങിച്ചതാ, ഇന്നാണെങ്കിൽ അവിടെ തീർന്നു പോകുമായിരുന്നു ഞാൻ പോവാതിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഇരുന്ന് എല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് വന്ന് ഫ്രിഡ്ജിലായിരുന്നാലും വെച്ചിരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്തായാലും നമുക്ക് നാളെ തന്നെ ഒരു തീരുമാനം എടുക്കണം, ഇന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് നാളെ നമുക്ക് ഒരു വല്ലാത്തൊരു തീരുമാനം എടുക്കണം, എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിധിയുടെ അടുത്തേ ഞാൻ പറയുള്ളൂ ആ കാര്യം എന്താണെന്ന്. അതെന്താ, ഞാനാണെങ്കിൽ ഒരു ജോലിക്ക് കയറാൻ പോവുക,
എന്ത് ജോലിക്ക്? നേരത്തെ പോയിക്കൊണ്ടിരുന്നിടത്ത് തന്നെയാണ്, പക്ഷേ അതിലൊരു മാറ്റമുണ്ട്. ഇപ്പോഴത്തേക്കും ആ ഒരു മുതലാളിക്ക് എന്നെ നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ഡ്രൈവിങ്ങൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് എൻ്റെ അടുത്ത് പുറത്തേക്ക് ഓടിക്കാനൊക്കെ പോകുമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ 2 ദിവസം കഴിഞ്ഞൊക്കെ വരാൻ പറ്റുള്ളൂ. അത് പക്ഷേ നിധിയുടെ അടുത്ത് സമ്മതം ചോദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ചെറിയ കാര്യത്തിനാണോ ഇങ്ങനെയൊക്കെ ചോദിക്കാതിരിക്കുന്നത്? അത് ജോലിക്ക് പോയിട്ട് വരണം, ഇവിടെ നമ്മളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നിധിയെ വിട്ട് ഒരു ദിവസം പോലും ഇപ്പം എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, അത്രയ്ക്ക് വിഷമോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഹരീഷ് പറയുക, എന്തായാലും ഇത് ഇന്ന് എന്താ നടക്കാൻ പോകുന്നത് എനിക്കറിയില്ല. ഈ മുല്ലപ്പൂ വെച്ചുകൊണ്ട് ഇവിടെ നിൽക്കുമോ അതോ ഇന്ന് മുല്ലപ്പൂ വെച്ച് കൊടുക്കുമോ എന്ന് നിധി ചേച്ചിക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യം സാരി എടുത്തോണ്ട് വരുന്നതെന്ന് നോക്കട്ടെ. ആ സമയത്ത് സുധീഷ് പറഞ്ഞ പോലെ തന്നെ നിധി പുറത്തിറങ്ങിയപ്പം സാരി എടുത്തോണ്ട് വന്നിരിക്കുക. എന്തായാലും ഇന്ന് മുല്ലപ്പൂ വെച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇന്ന് നിങ്ങളെല്ലാവരും നോക്കി നിൽക്കണം. ഞങ്ങളാണെങ്കിൽ പോകുന്നത് കണ്ടിട്ട് നിങ്ങൾ അതിശയത്തോടെ നിൽക്കുക മാത്രമല്ല ഫോട്ടോ ഇവിടെ എടുത്ത് എനിക്ക് തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നടന്നിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഇതിൽ വെച്ച് മനസ്സിലായി നിധിക്ക് എന്ത് വെച്ചാലും ഇഷ്ടമുണ്ട് സുധീഷിന്. എന്നാലും നമ്മൾ കാണാൻ വേണ്ടിയുള്ള ഒരു നാടകം ഇവർ തമ്മിൽ കളിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ ഹരീഷ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുഭാഷും ഇത് പറയുന്ന കേട്ട് ഹരീഷ് പറയുക, നമുക്കാണെങ്കിൽ മനസ്സിലായ ഒരു കാര്യം വേറെ ഒന്നുകൂടെ ഉണ്ട്. അവനാണെങ്കിൽ കൊണ്ടുവന്നപ്പം പറഞ്ഞ ഒരു കള്ളത്തനങ്ങളൊക്കെ ഇല്ലേ, അത് പക്ഷേ പൊളിച്ചടുക്കിയെന്ന് നിധിയാണെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് പറഞ്ഞിരുന്നത് നിധിയുടെ വീട്ടുകാരുടെ അതുപോലെ തന്നെ അന്ന് കല്യാണം ഉറപ്പിച്ച സൂര്യയുടെയും അവരിൽ നിന്ന് രക്ഷിച്ച ഒരു ഏതോ ഒരു മഹാനായിട്ടാണ് ഏവനെ അവളെ കരുതുന്നത്. അതുകൊണ്ട് ഇഷ്ടം കാണാതിരിക്കുമോ? അതങ്ങനെ തന്നെ പോട്ടെ എന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട്.